പ്രശസ്ത തബല വിദ്വാൻ സാക്കിർ ഹുസൈൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് യുഎസിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. വിടവാങ്ങിയത് 4 തവണ ഗ്രാമി അവാർഡ് നേടിയ പ്രതിഭ. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച പ്രതിഭ കൂടിയാണ് വിടവാങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള ചേരുന്നു. എപ്പോഴായിരുന്നു അന്ത്യം പ്രദീപ് പിള്ള? അതോടൊപ്പം തന്നെ മറ്റു വിവരങ്ങൾ കൂടി. ഇന്നലെ മുതൽ തന്നെ സാക്കിർ ഹുസൈൻ അന്തരിച്ചു എന്നുള്ള വാർത്ത സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ചില മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു. പക്ഷേ രാത്രി വൈകി അദ്ദേഹത്തിന് അനന്തരം തന്നെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടു. അദ്ദേഹത്തിന് അസുഖം കൂടുതലാണ്, ഗുരുതരാവസ്ഥയിലാണ്, പക്ഷെ അദ്ദേഹം ഇപ്പോഴും ജീവനോടെയുണ്ട്, ദയവായി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഔദ്യോഗികമായി മരണവിവരം സ്ഥിരീകരിച്ചത്. അതേസമയം സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു ആശുപത്രിയിലായിരുന്നു. 2 ആഴ്ച മുമ്പാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ സ്ഥിതി വഷളായതിനെ തുടർന്ന് ICUവിലും പ്രവേശിപ്പിച്ചിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ കുടുംബം ഒരു ഔദ്യോഗിക പ്രസ്താവനയിലൂടെ, ഒരു അറിയിപ്പിലൂടെ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ രാജ്യ ഭൂഖണ്ഡ കാല അതിർത്തികൾക്കപ്പുറത്തേക്ക് സംഗീതത്തെ എത്തിച്ച സാക്കിർ ഹുസൈൻ അന്തരിച്ചു എന്നുള്ള വാർത്ത ഒരു പാരമ്പര്യത്തിന്റെ അപൂർവമായ ഒരു സംഗീത പാരമ്പര്യം അവശേഷിപ്പിച്ചാണ് അദ്ദേഹം കടന്നു പോകുന്നതെന്നും ഈ സ്റ്റേറ്റ്മെന്റിൽ കുടുംബം അറിയിച്ചു. നമുക്കറിയാം, വിസ്മയമായ വിശ്വപ്രസിദ്ധ പ്രതിഭയായ ഉസ്താദ് അല്ലാഹ് ഖായുടെ മകനാണ് സാക്കിർ ഹുസൈൻ. അദ്ദേഹത്തിന്റെ മാന്ത്രിക സ്പർശം എന്ന് തന്നെ പറയാം. കാരണം പെർഫോമൻസിന് ഒക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ശരീര ഭാഷ, തബലയുടെ മുകളിലൂടെ ഇങ്ങനെ ദ്രുത താളത്തിൽ പറന്നു നീങ്ങുന്ന കൈകൾ, ഒപ്പം നെറ്റിയിലേക്ക് ഊർന്നു കിടക്കുന്ന മുടിയിഴകൾ താളവാദ്യത്തിനൊപ്പം ആസ്വദിച്ച് തലവെട്ടിച്ച് തല ഉയർത്തി നോക്കുന്ന സാക്കിർ ഹുസൈൻ, ആ കാഴ്ചയും പെർഫോമൻസിനൊപ്പം തന്നെ നമുക്കൊരിക്കലും മറക്കാനാവില്ല. ഓർക്കണം, ആഗോള വേദികളിലേക്ക് പിതാവിന്റെ പാരമ്പര്യം പിന്തുടർന്ന് ആഗോള വേദികളിലേക്ക് തബല എത്തിച്ചു എന്നുള്ളതാണ് സാക്കിർ ഹുസൈന് വേറിട്ട് നിർത്തുന്നത്. ഭാരതീയ സംസ്കാരം, ഭാരതീയ സംഗീതം, ഭാരതീയ താളവാദ്യത്തിന്റെ ഒരു റേഞ്ച്, ഇത് പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ സാക്കിർ ഹുസൈൻ വഹിച്ച പങ്ക് ചെറുതല്ല. ഓർക്കണം, 12ാമത്തെ വയസ്സിലാണ് സാക്കിർ ഹുസൈന്റെ ആദ്യത്തെ കച്ചേരി. 3-ാം വയസ്സ് മുതൽ തബല പഠിച്ചു തുടങ്ങിയ സാക്കിർ ഹുസൈൻ പിതാവിന്റെ ശിഷ്യനായി പഠിച്ചു തുടങ്ങിയ അദ്ദേഹം 12ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ കച്ചേരി അവതരിപ്പിക്കുന്നത്. അതിനുമുണ്ടായിരുന്നു വളരെ വലിയൊരു അപൂർവത. 10,000-ഓളം വരുന്ന കാണികൾ. അവർക്ക് മുന്നിൽ സാക്കിർ ഹുസൈൻ തന്റെ വിരലുകളുടെ ആ മാന്ത്രിക സ്പർശം അവതരിപ്പിക്കുന്നത് സിത്താർ വാദകനായ ഉസ്താദ് അബ്ദുൽ ഹലീം ജാഫർ ഖാന്റെയും ഷഹനായ് ചക്രവർത്തി ബിസ്മില്ല ഖാന്റെയും ഒപ്പമായിരുന്നു എന്നുള്ളത് ഓർക്കുക. എന്ന് മാത്രമല്ല, അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കച്ചേരി എന്ന് പറയുന്നത് സിത്താർ മാന്ത്രികനായ പണ്ഡിറ്റ് രവിശങ്കറിനൊപ്പം. അങ്ങനെ അന്ന് കൗമാരപ്രായത്തിൽ 18 വയസ്സുകാരനായ സാക്കിർ ഹുസൈനെ സംഗീത ലോകം ഉസ്താദ് എന്ന് അന്ന് വിളിച്ചു തുടങ്ങിയെങ്കിൽ ആ പ്രതിഭ ലോകമെമ്പാടും തിരിച്ചറിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. രാജ്യാന്തര തലത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു അരങ്ങേറ്റം, അതല്ലെങ്കിൽ രാജ്യാന്തര തലത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് സംഗീത ലോകത്തെ ചരിത്രം എന്ന് പറയാവുന്ന 1973 ഒരു പ്രോജക്റ്റാണ്. പ്രശസ്ത ഇംഗ്ലീഷ് ഗിറ്റാറിസ്റ്റ് ജോൺ മക്ലോഫിനൊപ്പം, വയലിനിസ്റ്റ് എൽ ശങ്കറിനൊപ്പം, വിക്കു വിനായക് റാം എന്ന താളവാദ്യ വിദഗ്ധനൊപ്പം ഒരു ജാസ്, അന്ന് വരെ കണ്ടിട്ടില്ലാത്ത പല തരം ജാസ് കോമ്പിനേഷൻസ് കണ്ട ലോകത്ത് ഒരു ഫ്യൂഷൻ സ്റ്റൈൽ ജാസിന്റെ ഘടകങ്ങളും ഭാരതീയ സംഗീത പാരമ്പര്യവും ഒക്കെ ഇഴുകിച്ചേർന്ന ഒരു പെർഫോമൻസിലൂടെ അങ്ങനെ ഒരു പക്ഷേ ആഗോളതലത്തിൽ ഭാരതീയ സംഗീതം, ഭാരതീയ താളവാദ്യത്തിന് ഒരു പെരുമ, അംഗീകാരം നേടിക്കൊടുത്തതാണ്. അതുപോലെ തന്നെ മിക്കി ഹാർട്ട് അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി സിക്യൂരു അതെപ്പോയും ജിയോവന്നി ഹിഡാൽഗോയ്ക്കും ഒപ്പം ഒരു താളവാദ്യ സംഗമം തീർത്തു, ഒരു ആൽബം പുറത്തിറക്കി എന്നുള്ളത് ഓർക്കുക. അങ്ങനെ ലോകമെമ്പാടും സാക്കിർ ഹുസൈന്റെ പ്രശസ്തി പരന്നു. അത് നമ്മൾ ഓർക്കണം. ഭാരതത്തിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തബലയും സംഗീതവും ഒക്കെ
ഏതെങ്കിലുമൊക്കെ വേദികളിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു സൈഡ് ഡിഷ് ആയി ആസ്വദിക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിവാഹ ചടങ്ങുകളിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് വേദികളിൽ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇവന്റുകളിലൊക്കെ ഒരു അക്കോമ്പനിമെന്റ് ആയിട്ട് അതിനൊരു നിറം കൂട്ടാനായി മാത്രം പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ സംഗീത കച്ചേരി തബല കച്ചേരി അവതരിപ്പിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. സംഗീതം ആസ്വദിക്കണമെങ്കിൽ സംഗീതം കേൾക്കണമെന്നുള്ളത് അതിനായി മാത്രം വരണം. അതല്ലാതെ ഏതെങ്കിലും ഒക്കെ ചടങ്ങിന് മാറ്റുകൂട്ടാനോ നിറം കൂട്ടാനോ ഒന്നും ഉള്ളതല്ല സംഗീതം എന്നുള്ളത് ഓർക്കണം. ഈ മിക്കി ഹാർട്ടിന്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഗ്രേറ്റ്ഫുൾ ഡെഡിലൂടെ പ്രശസ്തനായ അദ്ദേഹം പ്ലാനറ്റ് ഡ്രം എന്ന് പറയുന്ന ആൽബമാണ് പ്രശസ്തമായത്. 1991 ആദ്യത്തെ പ്ലാനറ്റ് ഡ്രം ആൽബം പുറത്തിറങ്ങുന്നത്. തുടർന്ന് അദ്ദേഹം ലോകമെമ്പാടും നിന്നും ക്ഷണം. ഒടുവിൽ നമ്മൾ പറഞ്ഞതുപോലെ ഗ്രാമി പുരസ്കാരങ്ങൾ 7 തവണ അദ്ദേഹത്തിന് ഗ്രാമി നോമിനേഷൻ ലഭിക്കുന്നു. അതിനുശേഷം 4 തവണ അതിൽ അദ്ദേഹത്തിന് ഗ്രാമി പുരസ്കാരം ലഭിക്കുന്നു. സംഗീത ലോകത്ത് ഇതിനും അപ്പുറത്തേക്കുള്ള അംഗീകാരം എന്താണ് നേടാനുള്ളത്? 5.5 പതിറ്റാണ്ട് നീണ്ട ഒരു സംഗീത തബല. അദ്ദേഹം തബലയെ നാം പലപ്പോഴും തബലയെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തിനൊപ്പമാണ്. അതിൽ തന്നെ കഥക് പെർഫോമൻസ് നടക്കുമ്പോഴാണ്, കഥക് നൃത്തം നടക്കുമ്പോഴാണ് തബലയുടെ മാന്ത്രികത പലപ്പോഴും കണ്ടിട്ടുള്ളത്. അത് പോലെ തന്നെ കഥക് നർത്തകി ആയ ആന്റോണിയ മിനസോലയാണ് വിവാഹം ചെയ്തതും ജാക്കിർ ഹുസൈൻ. അങ്ങനെ പറഞ്ഞാലും തീരാത്ത, വാക്കുകളിൽ ഒതുങ്ങാത്ത സംഗീത താളവാദ്യ പാരമ്പര്യം. അങ്ങനെ ഒരു മലയാളത്തിനും ഉണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഓർത്തെടുക്കാനായി. മോഹൻലാൽ നായകനായ വാനപ്രസ്ഥത്തിൽ അദ്ദേഹം സംഗീതം നൽകി. അതിന്റെ സംഗീതത്തിന്റെ ഉപദേശകനായിരുന്നു. മിസ്റ്റർ ആൻഡ് മിസസ് അയ്യർ, ലിറ്റിൽ ബുദ്ധ തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകി. അങ്ങനെ മാന്ത്രിക സ്പർശം കാഴ്ചയിൽ, ശരീരഭാഷയിൽ, കേൾവിക്ക്, താളത്തിന്, ഇന്ത്യൻ താളവാദ്യത്തിന്, ഭാരതീയ സംഗീതത്തിന് ഒരു ഐഡന്റിറ്റി, ലോകമെമ്പാടും പ്രശസ്തി നൽകിയ പ്രതിഭയാണ് വിടവാങ്ങുന്നത്. വാ ഉസ്താദ് എന്ന് മാത്രമേ ഇത്തരണത്തിൽ പറയാനുള്ളൂ. ശാസ്ത്രീയ സംഗീത പാരമ്പര്യത്തിലെ തിളങ്ങുന്ന നക്ഷത്രമാണ് പൊലിഞ്ഞിരിക്കുന്നത് തബലയുടെ ഹൃദയ താളവും.